നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള മോഡൽ പ്രോബ്ലമാണ്. നമുക്കിവിടെ കുറച്ച് സിഗ്നൽസ് 3 സിഗ്നൽസ് തന്നിട്ടുണ്ട്. ഇത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ സിഗ്നൽ എടുക്കാം. എക്സ് ഓഫ് ടി ഈക്വൽ ടു 2 cos 10t + 1 മൈനസ് സൈൻ 4t - 1. ഇതാണ് നമ്മുടെ സിഗ്നൽ. ഇപ്പോൾ ഇവിടെ 2 സിഗ്നൽസിൻ്റെ കോമ്പിനേഷനാണ്. അതായത് 2 cos 10t + 1 എന്ന് പറഞ്ഞ ഒരു സിഗ്നലും സൈൻ 4t - 1 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സിഗ്നലും. ഈ 2 സിഗ്നൽസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് നമുക്ക് എക്സ് ഓഫ് ടി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സെപ്പറേറ്റ് ഓരോ സിഗ്നൽസിൻ്റെ പീരീഡ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സിഗ്നലിൻ്റെ, അതായത് ഈ സിഗ്നലിൻ്റെ പീരീഡ് T1 കണ്ടുപിടിക്കാം. T1 ഈക്വൽ ടു 2π/ω സ്ഥാനത്ത് എന്ത് വരും, 10tയിൽ ടിയുടെ കോഎഫിഷ്യൻറ്റ്, അതായത് ടിയുടെ കോഎഫിഷ്യൻ്റായ 10. അപ്പോൾ 2π/10 എന്ന് പറയുമ്പോൾ π/5 എന്ന് കിട്ടും. π/5 സെക്കൻഡ്സ് എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് സിഗ്നലിൻ്റെ പീരീഡ് കാണാം T2. ഇവിടെ സെൻറ്ററിൽ മൈനസ് ആണോ പ്ലസ് ആണോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് സിഗ്നൽ സൈൻ 4t - 1 എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതിൻ്റെ പീരീഡ് കാണാനായിട്ട് T2 ഈക്വൽ ടു 2π/ ടിയുടെ കോഎഫിഷ്യൻ്റായ 4. അപ്പോൾ നമുക്ക് π/2 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T1 ഉണ്ട്, T2 ഉണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ T1/T2 റേഷ്യോ കൊടുക്കുക. അപ്പോൾ 2 സിഗ്നൽസിൻ്റെ കോമ്പിനേഷൻ വന്നാൽ ഒരു സിഗ്നൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടി ഇതുപോലെ കണ്ടുപിടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 2 സിഗ്നൽസിൻ്റെ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ ഇതേപോലെ റേഷ്യോ കൊടുക്കുക. T1/T2 കൊടുക്കുക. π/5 ഡിവൈഡഡ് ബൈ π/2, അതായത് π/5 ഇൻറ്റു 2/π എന്ന് വരും. പൈയും പൈയും ക്യാൻസലാവും. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 2/5 സെക്കൻഡ്സ് ആണ്. ഈ 2/5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ് അല്ലേ, റേഷ്യോ പോലെ കിടക്കുന്ന റേഷണൽ നമ്പറാണ്. അതായത് പൈ അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. T1/T2 റേഷ്യോ എടുക്കുമ്പോൾ കറക്റ്റ്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റേഴ്സും നമുക്ക് കറക്റ്റ് ഇൻറ്റീജേഴ്സ് ആയിട്ട് വരണം. അല്ലാതെ എന്താ പറയുക, ഫ്രാക്ഷൻ ഫോം ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ 2 ഒരു ഇൻറ്റീജറാണ്, 5 ഒരു ഇൻറ്റീജറാണ്. ഇപ്പോൾ 2/5 നിങ്ങൾക്ക് ഒരു 0.4 എന്നൊക്കെ കിട്ടും. അല്ലാതെ π/2 π/3 അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുക്കുമ്പോൾ 3 അങ്ങനെ നമുക്ക് റേഷ്യോ ഇതെടുക്കുമ്പോൾ ഇങ്ങനെ ഇൻറ്റീജർ നമ്പേഴ്സ് അല്ല ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ ഇങ്ങനെ റേഷണൽ നമ്പർ വന്നാൽ മാത്രമാണ് അത് എന്താവുള്ളൂ, പീരിയോഡിക് ആവുള്ളൂ. ദെർഫോർ സിഗ്നൽ എന്താണ്, പീരിയോഡിക് ആണ്. എക്സ് ഓഫ് ടി സിഗ്നൽ ഈസ് പീരിയോഡിക്. അപ്പോൾ T1/T2 എന്നുള്ളത് റാഷണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. ഇനി എന്ത് കാണണം, പീരിയോഡിക് ആണെങ്കിൽ മാത്രമാണ് ആ സിഗ്നലിന് എന്തുണ്ടാവുള്ളൂ, ഫണ്ടമെൻ്റൽ പീരീഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 സിഗ്നലിന് സെപ്പറേറ്റ് അല്ലേ നമ്മൾ പീരീഡ്സ് കണ്ടുപിടിച്ചത്. ഇനി പകരം രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ്, ക്യാപിറ്റൽ ടി നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. T1/T2 എത്രയുണ്ട്, ഇപ്പോൾ T1/T2 എന്ന് പറയുന്നത് 2/5 ഉണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 5T1 ഈക്വൽ ടു 2T2. 5T1 ഈക്വൽ ടു 2T2. ഇതിൽ ഓൾറെഡി T1ഉം T2 ഒക്കെ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5T1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു T1ൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക, π/5 എന്ന് ഇട്ട് കൊടുക്കുക. 5ഉം 5ഉം ക്യാൻസലായാൽ ബാക്കി ആൻസർ 5 സെക്കൻഡ്സ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ ഫണ്ടമെൻ്റൽ പീരീഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി തന്നു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് പീരിയോഡിക് ആണെങ്കിൽ മാത്രം അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ മോഡൽ. ഇനി നമുക്ക് ബാക്കി 2 എണ്ണം ഇതേപോലെ തന്നെ ചെയ്യണം. സെക്കൻഡ് സിഗ്നൽ നോക്കാം. കോസ് 60πt പ്ലസ് സൈൻ 50πt. നമുക്ക് ആദ്യം T1 കണ്ടുപിടിക്കാം. T1 ഈക്വൽ ടു 2π/ cos 60πtയിൽ ടിയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്, 60π ആണ്. അപ്പോൾ 1/30 സെക്കൻഡ്സ് എന്ന് കിട്ടും, 2/60. ഇനി T2 കണ്ടുപിടിക്കാം. T2 ഈക്വൽ ടു 2π/ സെക്കൻഡ് സിഗ്നൽ, അതായത് സൈൻ 50πtയിൽ ടിയുടെ കോഎഫിഷ്യൻ്റ് 50π ആണ്. 50π ക്യാൻസൽ ചെയ്യുമ്പോൾ 1/25 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് T1/T2 റേഷ്യോ എടുക്കാം. T1/T2 ഈക്വൽ ടു 1/30
ഡിവൈഡഡ് ബൈ 1/25. അതായത് 25/30. 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 5/6 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ T1/T2 = 5/6. എഗെയിൻ ഈ 5/6 ഒരു റേഷണൽ നമ്പറാണ്. അപ്പോൾ ഇതും ഒരു റേഷണൽ നമ്പർ ആയതുകൊണ്ട് therefore x of t, given x of t is periodic. Given x of t is periodic. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? ഫണ്ടമെൻ്റൽ പീരീഡ് ക്യാപിറ്റൽ T കാണണം. ഫണ്ടമെൻ്റൽ പീരീഡ് ക്യാപിറ്റൽ T = ഇവിടെ T1/T2 നേരത്തെ നമ്മൾ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6T1 = 5T2. അപ്പോൾ 6 ഇൻറ്റു നമ്മൾ നേരത്തെ T1 അല്ലേ ചെയ്തതിന് നമുക്കൊന്ന് T2 ചെയ്ത് നോക്കാം. രണ്ടും സെയിം തന്നെയാണ് കിട്ടുക. 5 ഇൻറ്റു T2 പ്ലേസിൽ 1/25, അതായത് 1/5 സെക്കൻഡ്സ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 6T1 ചെയ്ത് നോക്കുക. 6 ഇൻറ്റു T1 പ്ലേസിൽ 1/30. 6/30 എന്ന് പറഞ്ഞാലും 1/5 തന്നെയാണ്. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല. 6T1 എടുക്കാം ഐദർ, അല്ലെങ്കിൽ 5T2 എടുക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ പീരീഡ് T = 1/5 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് പീരിയോഡിക് ആണോ അല്ലയോ എന്നാണ്. അതിന് ശേഷം വേണം ഫണ്ടമെൻ്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സിഗ്നൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. നമുക്ക് ലാസ്റ്റ് വൺ ചെയ്യാം. ത്രീ cos 4t + 2 sin πt. നമുക്ക് ആദ്യം തന്നെ T1 കാണാം. 2π/ cos 4t യുടെ കോഎഫിഷ്യൻ്റ് ആയ 4, അതായത് π/2. ഇനി T2 = 2π/ ഇവിടെ sin πt യുടെ കോഎഫിഷ്യൻ്റ് π. അപ്പോൾ 2π/π എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ്സ്. പൈയും ക്യാൻസൽ ആവും. ഇനി T1/T2 റേഷ്യോ എടുക്കാം. അപ്പോൾ π/2 ഡിവൈഡഡ് ബൈ 2, അതായത് π/4 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ T1/T2 നമുക്ക് റേഷണൽ നമ്പർ ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത്. ന്യൂമറേറ്ററിൽ പൈ ഉണ്ട്. π/4 എന്നാണ് പറയുന്നത്. ഈ π/4 നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു വേർഷൻ മീൻസ് കുറേ ഒരു ഡെസിമലൊക്കെ ആയിട്ട് ഉള്ള പോലെ പോകും. അപ്പോൾ ഇതൊരു റേഷണൽ നമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. അപ്പോൾ സിൻസ് പൈ ന്യൂമറേറ്ററിൽ വന്നതുകൊണ്ട് ഇത് റേഷണൽ നമ്പർ അല്ല. therefore x of t, given x of t is not periodic, അല്ലെങ്കിൽ അപ്പീരിയോഡിക് എന്ന് പറയും. നോട്ട് പീരിയോഡിക് എന്നും പറയാം, അല്ലെങ്കിൽ അപ്പീരിയോഡിക് എന്ന് പറയും. രണ്ടും സെയിം ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് അല്ല. അതെന്തുകൊണ്ടാണ് T1/T2 എടുത്തപ്പോൾ ഇത് നോട്ട് ആൻ റേഷണൽ നമ്പർ. അപ്പോൾ പീരിയോഡിക് ആണെങ്കിൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ? ഫണ്ടമെൻ്റൽ പീരീഡ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പീരിയോഡിക് അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഫണ്ടമെൻ്റൽ പീരീഡ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ x of t തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണതും എങ്ങനെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതിൻ്റെയും എക്സാമ്പിൾസ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് മുഴുവൻ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ആരുണ്ട്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ ഇതുപോലത്തെ ഈ ടൈപ്പ് അല്ലെങ്കിൽ മോഡൽ പ്രോബ്ലംസ് ആയിരിക്കും.